പെരുമ്പാവൂർ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഈ ബ്രദർ ഒരത്ഭുതമാണ്. വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാഞ്ഞ ഒരു മാരക രോഗം ബാധിച്ചാണ് ഇദ്ദേഹം ശബ്ദം കേട്ട് കോട്ടയത്ത് അന്ന് പോപ്പ് മൈതാനത്ത് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ഒരു മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ തങ്കു ബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൻ്റെ പേര് ബോവസ് എന്ന് എടുത്ത് പറഞ്ഞ് വിളിച്ച നിമിഷം ഒരു വാക്കിൽ പറഞ്ഞാട്ട് എൻ്റെ ശരീരം മുഴുവൻ, എൻ്റെ തല മുതൽ പാദം വരെ ചീഞ്ഞളിഞ്ഞ് ഒരു വ്യക്തി തീക്കകത്ത് ചാടി പൊള്ളലേറ്റ് 75% പൊള്ളലേറ്റാൽ എങ്ങനെ ഇരിക്കുവോ അതുപോലത്തെ അവസ്ഥയായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് സ്കിന്നെല്ലാം മാറ്റപ്പെട്ട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് അമർത്തി കഴിഞ്ഞ മറുഭാഗത്ത് പഴുപ്പും ബ്ലഡും വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏത് വർഷമായതുണ്ടായത്? 2005. എത്ര നാളത് ശരീരത്തിലുണ്ടായിരുന്നു? ഒരു വർഷത്തോളം പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി. ഏകദേശം 200ഓളം ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചതാ. ഏകദേശം 400ഓളം പേരടങ്ങുന്ന ഒരു ഡോക്ടർമാരുടെ ഗ്രൂപ്പ് അവരെന്നെ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഏറ്റവും ഒടുവിൽ ഇനി ഒരു 3 മാസം കൂടിയേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചതാ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ സ്വർഗീയ വിരുന്നിൽ വരുന്നത്. സ്വർഗീയ വിരുന്നിലായിട്ട് വന്നതല്ല ഞാൻ അവിടെ ഒരു വൈദ്യൻ്റെ അടുക്ക് പോയി തിരിച്ച് എനിക്ക് പെരുമ്പാവൂർ ടൗണിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. പെരുമ്പാവൂർ ടൗണിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ബിസിനസ്സുകളെല്ലാം തകർന്ന് കടബാധ്യതയാൽ ടൗണിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരം, എൻ്റെ കൈയും കാലും സ്റ്റിഫായി നിൽക്കുകയുള്ളൂ. ഇങ്ങനെ കൂച്ചാനോ നിവർത്താനോ ഒന്നും കഴിയില്ല. അപ്പോൾ എനിക്ക് നാറ്റം. ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ആർക്കും കയറി വരാൻ കഴിയില്ല. ഞാനൊരു ബസ്സിൽ കയറി എൻ്റെ അടുത്ത് ആരും ഇരിക്കില്ല. ആരുടെ അടുത്ത് എനിക്ക് പോയി ഇരിക്കാനും കഴിയില്ല. അതേപോലത്തെ ഒരു ഹോട്ടലിൽ കയറി എനിക്കൊരു ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ആ ടെൻറ്റിലേക്ക് ഞാൻ കയറി വരുന്നത്. ഞാൻ അവിടെ വന്നത് ഒരു വൈദ്യനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ വൈദ്യനും എന്നെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർക്ക് ഇനി എങ്ങനെ പോകും, എങ്ങനെ ഞാൻ ആ പട്ടണത്തിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ ചെല്ലും എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ഞാൻ ഈ കോട്ടയം ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ്, ശരിക്കും പറഞ്ഞ ഒരു ഭിക്ഷക്കാരനേക്കാളും കഷ്ടമായിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഞാൻ ഒരാൾക്കൂട്ടം കാണുന്നത്. അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ, അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചപ്പോഴാണ് ഈ വൈദ്യനെ കാണാൻ വേണ്ടി എൻ്റെ സിസ്റ്റർ എന്നെ കോട്ടയത്തേക്ക് വിളിച്ച്. അങ്ങനെ ഞാൻ ഈ കോട്ടയം ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ സമയത്താണ് ഈ ഒരാൾക്കൂട്ടം കാണുന്നത്. അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഞാൻ വന്ന് നിന്നു. അന്ന് ഞാൻ അവിടെ വന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഏറ്റവും പുറകിൽ ഞാൻ വന്ന് നിൽക്കുന്ന സമയം സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, 2005 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ സകല പ്രശ്നങ്ങൾക്കും വേണ്ടി യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുക. ആ യേശുവിൻ്റെ കയ്യിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുത്താൽ നിന്റെ രോഗം മാറും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും യേശു എടുത്തു മാറ്റുമെന്ന് ഞാൻ അന്ന് അവിടെ വെച്ച് കേൾക്കുക. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഇതെങ്ങനെ ഇത്രയും ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചതാണല്ലോ, ഇത്ര ലക്ഷങ്ങൾ എനിക്ക് ബാധ്യതയുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ വീണ്ടും അവിടെ നിന്നു. അന്ന് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 100 കണക്കിന് ആളുകൾ അവിടെ സൗഖ്യമാകുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ആ മീറ്റിംഗ് മുമ്പോട്ട് പോയി. പെട്ടെന്ന് തങ്കു ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയുക, ബോവസ് എന്നൊരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, ആ വ്യക്തിയെ യേശു തൊടുക, യേശു സൗഖ്യമാക്കുക എന്നവിടെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഞാനിത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം 10,000-ൽ മുകളിൽ ആളുകളുണ്ടെന്ന് അവിടെ ആ മീറ്റിങ്ങിൽ. പക്ഷെ ഞാൻ എൻ്റെ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് വാസ്തവമായിട്ട് എനിക്ക് ഉറപ്പായി യേശു ഇതിൻ്റെ മധ്യത്തിലുണ്ട്, ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് ഞാൻ വന്നേന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഞാൻ പെട്ടെന്ന് വിളിച്ച് അതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഒത്തിരി ഡോക്ടർമാരുടെ അടുക്ക പോയി, അവസാനം ഞാൻ ഇവിടെ വന്നു, ഇത്രയും രോഗികളൊക്കെ സൗഖ്യമായല്ലോ, പക്ഷെ എനിക്ക് മാത്രം ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച നിമിഷമാ സ്റ്റേജിൽ നിന്നിങ്ങനെ ദൈവത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ച നിമിഷമാ തങ്കുബ്രദർ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഞാൻ 2 കൈ ഉയർത്തി യേശുവേന്ന് ഞാനിങ്ങനെ ഉറക്കെ ഞാൻ വിളിക്കുന്ന ആ നിമിഷം എൻ്റെ ശരീരത്തിൽ നിന്ന് ഏതാണ്ടല്ല ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് അവിടെ വെച്ച് അനുഭവിച്ചു. ഞാനത് അനുഭവിക്കുക അവിടെ വെച്ച്. തലേ ദിവസം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച എൻ്റെ മനസ്സിലേക്ക് വലിയൊരു സന്തോഷവും വലിയൊരു സമാധാനവും എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്നു. അവിടെ വെച്ച് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ശരീരം അതുപോലെ ചീഞ്ഞളിഞ്ഞ് അതുപോലെ തന്നെ ഇരിക്കുക. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടി. യേശുവിൻ്റെ എന്നെ കണ്ടു, യേശു എന്നെ കണ്ടു, അവൻ എന്നെ സൗഖ്യമാക്കാം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് അവിടെ പറഞ്ഞത് സാക്ഷാൽ ദൈവവചനമായി തന്നെ ഞാൻ അത് ഏറ്റെടുത്തു, ഞാൻ അത് വിശ്വസിച്ചു. ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ ഞാൻ ചെന്നു. ഇങ്ങോട്ട് വന്ന ആളല്ല തിരിച്ച് അങ്ങോട്ട് പോയത്. പക്ഷെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, എൻ്റെ ശരീരത്തിന് ശരിയായ മാറ്റങ്ങളെല്ലാം കാണാൻ തുടങ്ങി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ പഴുപ്പും ഈ ശരീരം ജീർണിച്ച് വീർത്തിരുന്ന ആ ശരീരം പെട്ടെന്ന് അങ്ങ് ചുങ്ങി. അങ്ങനെ
ഒരു 10-20 ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ പൂർണ്ണമായി കരിഞ്ഞ് പരിപൂർണമായി കർത്താവ് എന്നെ സൗഖ്യമാക്കി. തോമസ്, ഒരു വാക്യം ഞാൻ പറഞ്ഞോട്ടെ. എബ്രായ ലേഖനം 7-25 വാക്യത്തിൽ ഇങ്ങനെ പറയുക: താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി വിടിവിപ്പാൻ അവൻ മതിയായവനാമെന്നുള്ള അത് ഉറപ്പാ, അത് സത്യമാ. എന്നെ കർത്താവ് പൂർണ്ണമായി വിടിവിച്ചതാ. എൻ്റെ കടബാധ്യത മാറി, എൻ്റെ രോഗസൗഖ്യമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും തന്നു. ബോവസ് എന്ന വ്യക്തിത്വത്തെ പൂർണ്ണമായി എൻ്റെ കർത്താവ് എടുത്തു മാറ്റി. എൻ്റെ ആത്മാവിന് നിത്യജീവനും എൻ്റെ ശരീരത്തിന് സൗഖ്യവും എൻ്റെ മനസ്സിന് സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ ജയകരമായിട്ടുള്ളൊരു ജീവിതവും യേശു കർത്താവ് എനിക്ക് തന്നു. ഇന്ന് ഞാൻ പെരുമ്പാവൂർ ടൗണിൽ ഞാൻ ബിസിനസ്സും ചെയ്യുന്നു, അതോടൊപ്പം ഞാൻ തന്നെ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബജീവിതം ഇന്ന് ഞാൻ 3 മാസം കൂടി ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർമാർ അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. ഇന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. എനിക്ക് 5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിയിൽ ഒരു ശാപം നിറഞ്ഞൊരു വീടുണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ ഭവനമായിരുന്നു, നരകം പിടിച്ചൊരു ഭവനമായിരുന്നു. ഇന്ന് എൻ്റെ ഭവനം സ്വർഗ്ഗ തുല്യമാക്കി കർത്താവ് മാറ്റി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.